വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ കഴിഞ്ഞ ബാച്ചിൻ്റെ കോൺവൊക്കേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. പറ്റണതൊക്കെ കവർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നടക്കുമോ എനിക്കറിയില്ല. എന്തായാലും ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാവാം. ഓക്കെ, നിങ്ങളോട് റെഡി ആവണം പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഫോട്ടോസും വീഡിയോസും എടുക്കണ്ടേ. ഞാൻ പിന്നെ കുറച്ച് റെഡി അയച്ചാൽ ഇങ്ങനെ തന്നെയാണ്. വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ഞാൻ റെഡി ആവാൻ നിൽക്കുകയില്ല. ഞങ്ങളോട് 10 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞാണ്. എന്നിട്ടും ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ പെട്ടെന്ന് റെഡി ആവൽ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന്. പിന്നെ പ്രോഗ്രാം നടക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. കലൂരിൽ നിന്ന് ബസ് കയറിയിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞാണ് കേട്ടോ ഓഡിറ്റോറിയം. 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ 10 മണിക്കാണ് ഇവിടെ നിന്ന് തന്നെ ഇറങ്ങേണ്ടത്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും 10:30 10:45 ആകും. പിന്നെ സ്റ്റോപ്പിക്ക് കുറച്ച് നടക്കാണ്ട് കേട്ടോ. അതാണ് നടന്നുകൊണ്ടിരിക്കണത്. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മുൻവശമാണ് കേട്ടോ അത്. എന്നാലും ഞങ്ങൾ ഓടി തിരക്കിയിട്ട് പോകുന്നൊന്നുമില്ല, മെല്ലെ തന്നെ പോയുള്ളൂ. കാരണം എന്താ, നമ്മൾ റെഡി ആക്കില്ല. ഇനി വേർത്ത് കുളിച്ച് പോകേണ്ട വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ പതുക്കെയാണ് പോയത്. അവസാനം അതാ സ്റ്റോപ്പിലെത്തി. അവിടെ എത്തലും ആലുവയ്ക്കുള്ള ബസ് കയറി നേരെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പിന്നെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ. അത് ഉള്ളിലോട്ടൊരു വഴിയാണ്. അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി. ആ ഓഡിറ്റോറിയത്തിൻ്റെ പേരിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. ഒരു SNDP ഹാൾ അങ്ങനെ എന്തോ ആണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഇപ്പോൾ പിക്കൊക്കെ കണ്ടായിരുന്നു അവിടെ. അങ്ങനെ എന്തോ പേരാണ്, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല. പിന്നെ എന്താ ഫൈനലി ഞങ്ങളവിടെ എത്തിയിട്ടോ. അവിടെ സാറും എല്ലാവരും പുറത്തുതന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ പുറത്തുതന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് അതാ ലാസ്റ്റ് ചെയറിൽ പോയിരുന്നു. ഫസ്റ്റ് ഇരിക്കാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. അത് ഓൾറെഡി ബുക്കഡാണ്. ആ ചെയറൊക്കെ മെയിൻ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആൾക്കാർ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ കഴിഞ്ഞ ബാച്ചിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് അവിടെ കണ്ടല്ലേ ദൂരെ സാധനം, അവിടെ അവർക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചൊക്കെയാണ്. അതൊക്കെ ഞാൻ സൂം ചെയ്തിട്ട് വീഡിയോസ് എടുക്കുകയാണ്. ഒരാളെയും വെറുതെ വിടുന്നില്ല, എല്ലാവരെയും മുഖർ കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇവിടെ കണ്ട ഒരു കുട്ടി, ആ ഉണ്ണി നമ്മുടെ കോൺവൊക്കേഷൻ പ്രോഗ്രാമിൽ വന്നിക്കാണ് കേട്ടോ. എന്തായാലും പ്രൗഡ്. പിന്നെ ആ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതാ എല്ലാവരും പാരൻസും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ എല്ലാവരും വാച്ച് ചെയ്യണ്ടായിരുന്നു. അയ്യോ, ഇനി അടുത്ത പ്രോഗ്രാം ഞങ്ങളുടെ കോൺവൊക്കേഷൻ ജൂലൈയിലൊക്കെ ഉണ്ടാവുമെന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് എൻ്റെ വക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇവർക്കുള്ള ചെയറായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് അവിടെ പോയിരിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കണം ഓരോരുത്തരുടെ നെയിം. അപ്പോൾ ഞങ്ങൾ അവിടെ മാറിയിട്ട് ബാക്ക് പോയിരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷം തികഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ 10 വർഷത്തിൽ ഞങ്ങളുടെ ഇവിടെ 3000 പേര് പ്ലേസ്മെൻ്റ് ആയി. ആ പ്രൗഡിലാണ് ഇപ്പോൾ സാറാണെങ്കിലും അവിടുത്തെ സ്റ്റാഫാണെങ്കിലും, അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും ആ പ്രൗഡിൽ നിൽക്കുകയാണ്. പിന്നെ എന്നോട് ആരെങ്കിലും +2 കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഒരു കോഴ്സ് എടുക്കണം, ഏത് ഇത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ നിൽക്കണവരാണെങ്കിൽ ഞാൻ പറയും, എന്തായാലും ഉറപ്പിച്ച് പറയും, ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നു എന്ന്. കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. സ്റ്റാഫാണെങ്കിലും അവിടുത്തെ സാർമാരാണെങ്കിലും എല്ലാതും അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അവിടെ പഠിക്കുന്നതുകൊണ്ടാണ് അവളിങ്ങനെ പറയണത്. പക്ഷെ ഒരിക്കലല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് കാരണം തന്നെ ഇവിടുത്തെ സ്റ്റാഫായിരിക്കും കേട്ടോ. കാരണം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാറാണെങ്കിലും മിസ്സാണെങ്കിലും ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവരിങ്ങനെ പറയും എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല, അങ്ങനെ ഒരു കണ്ടൻറ്റ് എനിക്ക് പറഞ്ഞുതരും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, എനിക്കൊരു ഇങ്ങനെ സ്റ്റേജ് ഫിയർ ഉള്ള ആളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഈ ഓൺ വോയിസ് വീഡിയോ എങ്ങനെ ചെയ്യും, ഓഡിയൻസ് എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ പേടിയുള്ള ആളായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാവരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ചാനൽ തുടങ്ങാൻ കാരണം ഇവർ തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതാ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാട്ടും അതുപോലെ തന്നെ ഡാൻസും കൂത്തും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞങ്ങളുടെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. സൗണ്ട് കമ്മിയാക്കി വെച്ചേക്കണ വേറൊന്നുമല്ല, ഒരു ചെറിയ ചമ്മല തന്നെ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയിട്ടോ. അടിപൊളി ഫുഡായിരുന്നു, ബിരിയാണിയൊക്കെ ആയിരുന്നു, നല്ലപോലെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിൽ ഇത്രയും എടുത്തെങ്കിലും ഞാൻ അത്രയൊന്നും കഴിച്ചില്ല കേട്ടോ, കുറച്ചേ കഴിച്ചുള്ളൂ, വേറെ കാര്യം. പിന്നെ ആ കുട്ടി മാറിപ്പോയിരിക്കുന്നത് വേറൊന്നുമല്ല, ആ കുട്ടിക്ക് ഫാനിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കണം, ചൂടെടുക്കണു പറഞ്ഞിട്ട് ഫാനിൻ്റെ ചോട്ടിൽ പോയിരിക്കുകയാണ്. പിന്നെ അവൾ ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് തകർക്കലായിരുന്നു, അടിപൊളിയായിരുന്നു, പാട്ടും DJ ഒക്കെ വെച്ചിട്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ സാറിൻ്റെ കൊച്ചാണ് കേട്ടോ, നോക്ക് നല്ല ക്യൂട്ടായിട്ടില്ലേ, ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞങ്ങളതാ കളിച്ച് ക്ഷീണിച്ച് ഒരു ഭാഗത്ത് കുത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റ് കിട്ടട്ടെ പറഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സാറാണ് കേട്ടോ, ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന സാറാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, അവരുടെ ടീമാണത്, നല്ല പ്രോഗ്രാമായിരുന്നു, എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തകർത്തതുകൊണ്ടാണ് തോന്നുന്നു തീരെ വയ്യ കേട്ടോ, നല്ല ക്ഷീണമുണ്ടായിരുന്നു, തലവേദനയും എല്ലാം കൊണ്ടും അവിടെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കേണ്ടായിരുന്നു ഞാൻ. പിന്നെ അതാ അവിടെ നിന്ന് ഞാൻ സ്റ്റേജിൻ്റെ മുൻവശത്തിരിക്കണം, കുറേ പൂക്കൾ പറിച്ചു കൊടുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, അവിടെ ഉള്ളവരെല്ലാവരും ഓരോന്ന് പറിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ഞാൻ കല്യാണ മണ്ഡപത്തൊക്കെ പോയിച്ചാൽ ഞാൻ ഓരോന്ന് പറിച്ചിട്ട് വരും. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും പറിക്കും. പിന്നെ ഈ കുട്ടി അങ്ങനെ വരുന്നത് വേറൊന്നുമല്ല, അവളെ കൂട്ടാണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു പറയാണ് കേട്ടോ. നിങ്ങളുടെ ഗാങ്ങിലുണ്ടോ അങ്ങനെ ഒരാൾ വീഡിയോ എടുത്തില്ല, ഫോട്ടോ എടുത്തില്ല, കൂടെ കൂട്ടിയില്ല പറഞ്ഞിട്ട് വരുന്ന സങ്കടം പറയുന്ന ആൾ? അപ്പം അങ്ങനെ ഞാനിതാ എൻ്റെ കയ്യിലുള്ള ഒരു പൂവ് ഇങ്ങനെ സാറിൻ്റെ കൊച്ചിന് കൊണ്ടുപോയി കൊടുത്തിട്ടോ. അതാണ് സാറിൻ്റെ വൈഫാണത്, ആളത് വീശും കൂടി ഇരിക്കുകയാണ്. കൊച്ചിനിപ്പോൾ പൂവ് കൊടുത്തു വെച്ചാൽ ആ കുട്ടി കഴിക്കില്ല പറഞ്ഞിട്ട് അത് മേടിച്ച് വെച്ചു. അങ്ങനെ ഞങ്ങളതാ ഇവിടെ ഇങ്ങനെ ചൊറയും കുത്തിയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ് ഞങ്ങൾക്ക് ഇങ്ങനെ തലയിൽ വെക്കാൻ കുറേ സംഭവങ്ങൾ കൊടുന്നു കേട്ടോ. അതാണ് എൻ്റെ കയ്യിലിരിക്കണത്, വേറൊന്നുമല്ല. അത് ഇങ്ങനെ തലയിൽ വെച്ച് അതിങ്ങനെ ലൈറ്റ് പോലെ തോന്നിക്കും കേട്ടോ. അത് ലൈറ്റ് അല്ല, എന്നാലും നല്ല ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് പോലെ തോന്നിക്കും. അടിപൊളി സാധനം കേട്ടോ. ഞാനത് പെറുക്കി കൊടുന്ന് ഞാൻ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഇഷ്ടമായി. ഇങ്ങനെ ചെറുതാക്കാനും പറ്റും, വലുതാക്കാനും പറ്റും കേട്ടോ അത്. പിന്നെ അത് വെച്ചായിരുന്നു എല്ലാവരുടെയും ഡാൻസും കൂത്തും പാട്ടൊക്കെ. അത് തലയിൽ വെച്ചിട്ടും അത് ഇങ്ങനെ വീശി കളിച്ചിട്ടും അടിപൊളിയായിരുന്നു. എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ കോൺവൊക്കേഷനാണ്. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ അത്. പിന്നെ അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ, എനിക്ക് വയ്യായിരുന്നു. ഇനി കൂടുതൽ ഡാൻസ് കളിച്ചാൽ എനിക്കിനി പിന്നെ എന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവരും വിചാരിച്ചിട്ട് ഞാൻ കളിക്കാൻ പിന്നെ നിന്നില്ല. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തല കുലുക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.